അല്ല, സ്വന്തം കാര്യത്തിലും ശാസ്ത്ര കാര്യത്തിലും തിരുവനന്തപുരം കാര്യത്തിലും നല്ല പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല പോളിംഗ് പുരോഗതിയുണ്ട്. രാവിലെ മുതൽ നല്ല കാലാവസ്ഥയാണ്. ജനങ്ങൾ ഞാനിപ്പം ഇതുവരെ കവടിയാറ് നിൽക്കുകയായിരുന്നു. ജസ്റ്റ് ഒന്നൊന്ന് ശാസ്ത്രമൊത്ത് വോട്ട് ചെയ്ത് തിരികെ പോവുകയാണ്. തീർച്ചയായിട്ടും ഇത്തവണ നല്ലൊരു വിജയം UDFന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകും. എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ സർല ചേച്ചി കിടക്കുന്ന നമ്മളെല്ലാവരും വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റമുണ്ടാകണം. തിരുവനന്തപുരം മുന്നോട്ട് പോകണമെങ്കിൽ അത് കോൺഗ്രസിലൂടെയാണ്. UDFനാണെന്നുള്ള പൂർണ്ണ ബോധ്യം ജനങ്ങൾക്കെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ലേ, മാഡം ഒക്കെ പോലുള്ള ഒരാളൊക്കെ പ്രത്യേകിച്ച് ഇത്ര ഉന്നത പോസ്റ്റിരുന്ന ഒരാൾ ഇതറിയാതെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രേ പറയുന്നുള്ളൂ. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായിട്ടൊരു പോസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ പോസ്റ്റ് വായിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് മനസ്സിലായിട്ടുണ്ട്. ആ പോസ്റ്റിനകത്ത് വേറെ പൊളിറ്റിക്സ് ശ്രദ്ധിച്ചോ? ആ പോസ്റ്റിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ നമ്പർ കണ്ടോ? അപ്പോൾ അവർ ഭയക്കുന്ന ആരാണെന്നുള്ള രാഷ്ട്രീയം കൂടി ആ പോസ്റ്റിനകത്തുണ്ട്. ഒട്ടും നിഷ്കളങ്കമല്ലാതെ ശ്രീലേഖായി മാഡം ഇട്ട പോസ്റ്റിൽ അവർ ഭയക്കുന്നത് കോൺഗ്രസിനെയാണെന്ന് വളരെ തെളിവായിട്ട് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് നടപടികളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകും. ശ്രീ കെ മുരളീധരൻ എന്ന് പറഞ്ഞ 55 വാർഡെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 51 എബോവ് 51 51 സീറ്റുകൾ കൂടുതൽ ലഭിച്ചുകൊണ്ട് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ളൊരു വിക്ടറി UDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകും. ജനങ്ങളുടെ സഹായം നമുക്കുണ്ട്. അല്ല, അത് വഞ്ചിയൂരിൻ്റെ പൊളിറ്റിക്സ് നമുക്ക് അറിയാമല്ലോ. അവിടെ നമ്മൾ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ കോടതിയിൽ പോയിട്ട് അവിടെ എല്ലാം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണമെന്നുള്ളത് വഞ്ചിയൂരിലും മുട്ടളയിലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വഞ്ചിയൂരിൽ ആവശ്യപ്പെട്ട് നന്നായി. കാരണം വലിയ രീതിയിലുള്ള ആക്രമണം എന്തിന് മറ്റ് സ്ഥാനാർത്ഥികളെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് ഇലക്ഷൻ സമയത്ത് കണ്ടതാണ്. നമ്മുടെ ഓഫീസേഴ്സ്, നമ്മുടെ പോളിംഗ് ഓഫീസേഴ്സിനെ വരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. ഈ നമ്മൾ ഇത്തരത്തിലുള്ള ഗുണ്ടായിസം പൊളിറ്റിക്സ് ഇനി ട്രിവാൻഡ്രത്ത് പോകില്ല എന്നുള്ള ട്രിവാൻഡ്രത്തിൽ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വഞ്ചിയൂരിലും പേട്ടയിലും ഒക്കെ ഇവർ കാണിക്കുന്നു. നമുക്കെല്ലാം അറിയാം ഉള്ളൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സാണ് ഈ 50 വർഷം ഈ ജില്ലയെ പിന്നോട്ട് കൊണ്ടുപോയത്. അതെല്ലാം ഒരു വികസനവും എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു പുതിയ പൊളിറ്റിക്സിലേക്ക് തിരുവനന്തപുരം എത്തും. ആ റിസൾട്ട് എന്തായാലും വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.